ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കുന്നത് ഭവിഷ്യത് കാൽ കെ ഭേദാണ്. വർത്തമാൻ കാൽ കെ ഭേദും ഭൂതകാൽ കെ ഭേദും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഹിന്ദിയിൽ ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കാലത്തെ ഭവിഷ്യത് കാൽ, ഭാവി കാലം എന്ന് പറയുന്നു. അഥവാ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന പ്രവൃത്തികളെ പറയുമ്പോൾ ഈ കാലം ഉപയോഗിക്കുന്നു. ഭാവി കാലത്തിന് രണ്ട് പ്രധാന ഭേദങ്ങളുണ്ട്. ഭവിഷ്യകാലികെ ദോ ഭേദ്. ഒന്നാമത്തെ സാമാന്യ ഭവിഷ്യത് കാലാണ്. സാധാരണ ഭാവി കാലം. क्रिया के जिस रूप से सामान्यतः यह ज्ञाता हो कि कार्य अभी होगा. ഒരു പ്രവൃത്തി ഭാവിയിൽ നടക്കുമെന്ന് സാധാരണ രീതിയിൽ അറിയിക്കുമ്പോൾ അത് സാമാന്യ ഭവിഷ്യത് കാലാണ്. തും പത്ര ലിഖേങ്ക, നീ കത്തെഴുതും. ഇത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. മാലി പൗധോമേം പാനി ദേങ്ക, തോട്ടക്കാരന് ചെടികൾക്ക് വെള്ളം നൽകും. ഇതും ഭാവിയിൽ നടക്കുന്ന കാര്യമാണ്. ഹം സബ് ഖേൽനെ ജായേംഗി, നമ്മളൊക്കെ കളിക്കാൻ പോകും. ഇതും ഭാവിയിലെ പ്രവൃത്തിയാണ്. രണ്ടാമത്തെയാണ് സംഭവ്യ ഭവിഷ്യത് കാല്, സാധ്യതാ ഭാവിക കാലം. क्रिया के जिस रूप से उसके भविष्य में होने को संभावना का पता चलता है. ഒരു പ്രവൃത്തി ഭാവിയിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുമ്പോൾ അതിനെ സംഭവ്യ ഭവിഷ്യത് കാലം എന്ന് പറയുന്നു. ഇവിടെ ഉറപ്പില്ല, വെറും സാധ്യത അല്ലെങ്കിൽ അനുമാനം മാത്രമാണ്. ഷായൻ ചോർ പക്കടാ ജായ്, കള്ളൻ പിടിക്കപ്പെടാനിടയുണ്ട്. ഇവിടെ ഷായൻ എന്ന വാക്ക് സാധ്യതയെ കാണിക്കുകയാണ്. സാധ്യത. ഹോ സക്താ ഹേ കി മേം കൽ കേരൾ ജാവൂ, ഞാൻ നാളെ കേരളത്തിലേക്ക് പോകാനിടയുണ്ട്. പോകും എന്ന് ഉറപ്പില്ല, സാധ്യത മാത്രം. പരീക്ഷ മേം ജായത മുച്ചേ അച്ചേ ആഗ് പ്രാപ്താഹോ, പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്ക് ലഭിക്കാനുണ്ട്. ഇതും സാധ്യതയെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഹിന്ദിയിലെ ഭവിഷ്യത് കാൽ എന്ന വിഷയവും അതിൻ്റെ രണ്ട് ഭേദങ്ങളും പഠിച്ചു. സാമാന്യ ഭവിഷ്യത് കാൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഉറപ്പായി നടക്കാനിരിക്കുന്ന പ്രവൃത്തിയും സംഭവ്യ ഭവിഷ്യത് കാൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള പ്രവൃത്തിയുമാണ്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.